നമസ്കാരം. കേരളത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ എത്തുമെന്ന സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുമ്പോൾ എന്തും എപ്പോൾ വേണമെങ്കിലും നടക്കാം എന്ന അഭ്യൂഹമാണ് ശക്തമാവുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ മോദി അതിശക്തമായി പ്രതികരിക്കുന്നത് ആദ്യമായിട്ടാണ്. 2 ദിവസം മുൻപ് കരുവന്നൂർ ബാങ്കിലെ നടപടികളിൽ ഇടപെടൽ ഉറപ്പ് നൽകിയ മോദി ഇപ്പോൾ കുറച്ചുകൂടി കടക്കുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ അജണ്ട തെളിയുകയാണ്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പും സ്വർണ്ണക്കള്ളക്കടത്തും പരാമർശിച്ചുകൊണ്ടാണ് മോദി നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചത്. സ്വർണ്ണക്കള്ളക്കടത്തിലെ കണ്ണികൾക്ക് ഒരു പ്രത്യേക ഓഫീസുമായി ബന്ധമുണ്ട്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പങ്കുണ്ട് എന്നും മോദി പറഞ്ഞു. കേരളത്തിലെ BJP ബൂത്ത് കാര്യകർത്താക്കളുമായുള്ള സംവാദത്തിലാണ് മോദി ഇക്കാര്യങ്ങൾ ഉന്നയിച്ചത്. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത്. കരുവന്നൂരിൽ CPM-നെയും ഇതിനൊപ്പം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും AKG സെന്ററിനുമൊപ്പം പിണറായി വിജയന്റെ കുടുംബവും കേന്ദ്ര സർക്കാരിന്റെ റഡാറിലുണ്ട്. ഈ കേസുകളെല്ലാം തന്നെ കേന്ദ്ര ഏജൻസി പൊടി തട്ടിയെടുത്ത് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. പരസ്പരം അഴിമതികൾ മറച്ചുവെക്കുന്നതിനെതിരെയാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചിട്ടുള്ളത്. സ്വർണ്ണക്കള്ളക്കടത്തിലെ കണ്ണികൾക്ക് ഒരു പ്രത്യേക ഓഫീസുമായി ബന്ധമുണ്ട് എന്ന് രാജ്യത്തിന് മുഴുവൻ നല്ല ബോധ്യമുണ്ട്. അതുപോലെ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും പങ്കുണ്ട്. പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുന്നതിലേക്കാണ് ഈ തട്ടിപ്പ് കലാശിച്ചത് എന്നും മോദി പറഞ്ഞു. ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിയ പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിച്ച ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെടാതെ പോകാൻ അനുവദിക്കില്ല എന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയായിരുന്നു മോദി. ഇവർക്കെതിരെ കർശന നടപടിയെടുക്കും, നീതി നടപ്പാക്കിയെന്ന് ഉറപ്പുവരുത്തുമെന്നും മോദി കൂട്ടിച്ചേർത്തു. ED കണ്ടുകെട്ടിയ വസ്തുവകകൾ പാവപ്പെട്ടവർക്ക് നൽകുമെന്ന സൂചനയും പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. കരുവന്നൂർ ബാങ്കിൽ നിന്ന് ED കണ്ടുകെട്ടിയ തുകയുടെ യഥാർത്ഥ ഉടമകൾ സാധാരണക്കാരാണ് എങ്കിൽ അതവർക്ക് തിരിച്ചു ലഭിക്കാൻ നിയമസാധുത പരിശോധിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കരുവന്നൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് അഴിമതിയിലും പ്രമുഖ CPM നേതാക്കളുടെ പേരുകൾ പുറത്തു വന്നതാണ്. സാധാരണക്കാരുടെ പണം കബളിപ്പിച്ചു കൊണ്ടുപോയി അതിനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അഴിമതിക്കാരെ, സാധാരണക്കാരുടെ പണം കൊള്ളയടിച്ചവരെ, ജനങ്ങളെ വഞ്ചിച്ചവരെ വെറുതെ വിടരുത്. ED കണ്ടുകെട്ടിയതിൽ സാധാരണക്കാരായ നിക്ഷേപകരുടെ പണം ഉണ്ട് എങ്കിൽ അത് അവർക്ക് കിട്ടാൻ അടുത്ത സർക്കാർ അധികാരത്തിലെത്തിയാൽ നടപടിയുണ്ടാകും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സുശക്തമാണ് എന്റെ ബൂത്ത് എന്ന പരിപാടിയുടെ ഭാഗമായാണ് പ്രധാനമന്ത്രിയുമായുള്ള ഓഡിയോ സംവാദം സംഘടിപ്പിച്ചത്. കേരളത്തിലെ പ്രവർത്തകർ ധീരരും ത്യാഗികളും എന്തും നേരിടാൻ കെൽപ്പുള്ളവരുമാണ്. അവർ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രവർത്തകർക്ക് പ്രേരണയും പ്രചോദനവുമാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ പ്രതികരണങ്ങളെക്കുറിച്ചും നരേന്ദ്രമോദി ചോദിച്ചറിഞ്ഞു. കേരളത്തിൽ പോരടിച്ചും കേരളത്തിന് പുറത്ത് ഒന്നിച്ചും പ്രവർത്തിക്കുന്ന ഇടത് വലത് മുന്നണികളെ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ചെങ്ങന്നൂർ 39-ാം ബൂത്ത് നമ്പർ പ്രസിഡന്റായ ഉദയകുമാരി, പാലക്കാട് ലോക്സഭാ മണ്ഡലം 3-ാം ബൂത്ത് പ്രസിഡന്റ് ബാലഗോപാൽ, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം കോന്നി 139-ാം ബൂത്ത് നമ്പർ പ്രസിഡന്റ് P. ഗോപിനാഥൻ എന്നിവർ പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തി.